വടക്കൻ കേരളത്തിലെ അതിർത്തി പ്രദേശത്തെ ഒരു സാങ്കല്പിക ഗ്രാമം. ഒരു ശ്രീരാമക്ഷേത്രത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ച രണ്ടയൽ ഗ്രാമങ്ങളുടെ പ്രതികാരത്തിന്റെ കഥ. മനുഷ്യഹൃദയം കേട്ടു നടുങ്ങും ചരിത്ര കഥ ചൊല്ലാം. ഓം ചാമുണ്ടേശ്വരേ നമഃ. ഓം ചാമുണ്ടേശ്വരേ നമഃ. ഓം ചാമുണ്ടേശ്വരേ നമഃ. മനുഷ്യഹൃദയം കേട്ടു നടുങ്ങും. ഹലോ വീരഭദ്ര, നിന്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും വെട്ടിക്കൊന്ന് ജയിലിൽ പോയ ഇന്ദ്രസിംഹൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. രചിച്ച കഥ ചൊല്ലാം. നിങ്ങളിതങ്ങോട്ടാ? ഇന്ദ്രസിംഹൻ അവൻ ജയിലിൽ നിന്നിറങ്ങി. അവൻ ആയുസ്സും ആരോഗ്യവും നൽകി രാവണപുരത്തെത്തിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചാമുണ്ടിക്ക് എന്റെ രക്തം കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അവന്റെ രക്തം പുരണ്ട വാളുമായി ഞാൻ ഉടനെ തിരിച്ചെത്തി. വേണ്ട, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ പോവരുത്, പോവരുത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ അവനെ മാത്രം ബാക്കി വെച്ചത്. നിന്റെ വീടിന് തീ കൊളുത്തി നിന്റെ ഭാര്യയും കുഞ്ഞിനെ കത്തിച്ച് ചാമ്പലാക്കി അവനെ തീർക്കാൻ നിനക്ക് മാത്രമാണ് അവകാശം. വീരഭദ്രന്റെ തലയർത്ത് വാ, ചെല്ല്. ഒരു സമരമാണിവിടെയാകുന്നു കടലിത കാലാതിമൊരു പടഹമായി ജനമന്യോന്യം നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ഇല്ല, ആശുപത്രി വരെ ഞാൻ എത്തില്ല. നീ എന്റെ കുഞ്ഞിനെ എന്റെ നേർക്കൊന്ന് തിരിച്ചു പിടിക്കും. അവൻ കാണട്ടെ എന്റെ രക്തം, അവൻ കാണട്ടെ എന്റെ മരണം. എങ്കിലേ അച്ഛനെ കൊന്ന പക അവൻ മരിക്കുവോൾ അവന്റെ നെഞ്ചിലുണ്ടാവൂ. ഇല്ല, എന്റെ മോനത് കാണണ്ട, കാണിക്കില്ല ഞാൻ. ഗ്രാമഭംഗിയതു നോക്കമാഞ്ഞു ഓണമില്ല വിഷുവേലയും നാടു രണ്ടും ഇരുലോകം പോലെ. ആ കുടുംബത്തിൽ ഇനി ഒരു ജീവന്റെ തരി പോലും അവശേഷിക്കരുത്. അടരാടിടും പകനീരിടും പലകാലമായി ജനമാകയും കൊലയ്ക്കു കൊലയൊടു മറുപടി പറയണ മനുഷ്യഹൃദയം കേട്ടു നടുങ്ങും ചരിത്ര കഥ ചൊല്ലാം. ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കംസന്റെ കാലനായത്. ആ കഥ ഇനി ആവർത്തിക്കരുത്. ഇനി ഒരിക്കൽ പ്രതികാരത്തിന്റെ കണക്കുമായി വീരഭദ്രന്റെ മകൻ രാവണപുരത്ത് എത്തരുത്. ഈ ഭൂലോകത്ത് എവിടെ ഉണ്ടെങ്കിലും തീർത്തു കളഞ്ഞേക്കണം. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പകയും പ്രതികാരവും? ഒരിക്കൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഇവിടുത്തെ 2 അയൽ ഗ്രാമങ്ങളാണ് ഒരമ്പലത്തിന്റെ അവകാശം പറഞ്ഞ് ശത്രുക്കളായത്. വെട്ടിയും കുത്തിയും കൊന്നും 2 കുടുംബങ്ങളും നശിച്ചു. ഇനി വേണ്ട. മോനെ നരസിംഹ, അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടായത്. ഈ തറവാടിനുള്ളിൽ മനുഷ്യരക്തം വീണാൽ ഭഗവതി രുദ്രകാളിയായി മാറും, കുലം മുടിക്കും. അത് മറക്കണ്ട. സൂര്യസിംഹ, ചന്ദ്രസിംഹ, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ ഇളയച്ചനെ കൊന്ന വീരഭദ്രന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞേക്കണം. സത്യം ചെയ്യും. अस्सलाम वालेकुम अस्कर भाई। रामू अभी तक उधर पहुंचा नहीं? माफ कीजिए भाई, वो अभी पहुंचा है. രാമു ഇതെവിടെ പോയി കിടക്കുക? അരി എത്തിക്കാത്തതിന്റെ പേരിൽ കടക്കാരൊക്കെ വിളിച്ച് ചൂടാവുക. മലയാളിയാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ ജോലിക്ക് വെച്ചത്. സമയത്തിന് സാധനം എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്ടേക്ക്. ഒന്ന് പെട്ടെന്ന് ചവിട്ടറേ, നിനക്ക് വേണ്ടി ആൾക്കാരും മറ്റും വെയിറ്റിംഗ് ആണെന്ന്.
എന്നെ വണ്ടി ഇടിച്ചു കൊല്ലുമോ എന്തോ. ठीक है भाई साहब ये लो हर दिन तुम लेट आ रहे हो। भाई साहब माफ कीजिए ना साइकिल पंचर हो गया। തൊള്ള ഞാൻ പഞ്ചറായെന്നോ പച്ചക്കള്ളമാണ്. दूसरे बार ऐसा लेट हो गया तो मुझे तुम्हारा ऑर्डर कैंसिल करना पड़ेगा। हम भाई है ना भाई साहब छोड़ दो ना। अभी सुधरेगा नहीं ये। आज हमको 5 पूरी चाहिए। भाई साहब मेरे साइकिल में 2 बोरी से ज्यादा नहीं आएगा। अरे कौन बोला पूरी साइकिल से लेके आने को। भाई साहब नहीं टेंशन लेने का, अपन बाकी 4 बोरी अभी लेके आओ। फिक्र मत करो 4 बोरी है ना। തള്ളേ 4 ചാക്ക എനിക്ക് ഇനി ഓടാൻ പറ്റൂല. ഒരു കൊച്ചു കൈയാണിച്ചിട്ട് നിർത്താണ്ട് പോയാല്. മോളെ വാ. നീ 2 ചാക്കും ഇനി ഈ കൊച്ചിനെ കൂടെ ഞാൻ ചുമക്കണോടെ. ഓക്കേ ഇന്ന് ലേറ്റ് ആയി. ബെല്ലടിക്കുന്നു കേട്ടോ. ഈ ചക്കയുടെ സൈക്കിൾ വിറ്റിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചൂടെ? തള്ളേ വയറ് നിറച്ച് കിട്ടിയല്ലേ ഇനി ചവിട്ടി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. तुम लोग मजाक करते हो क्या? साहब सिर्फ 2 घंटे लेट हो गया। कभी भी सामान सप्लाई करना नहीं चाहिए। भाई साहब धत साला। भाई साहब 1 प्लेट पूरी भाजी। 1 प्लेट। हाँ भाई साहब माफ कीजिए ना ऑर्डर कैंसिल। നിനക്കിനി ഇവിടെ പണിയില്ല. എന്റെ കാര്യം എന്താണെന്നും കൂടി- താനൊന്നും പറയണ്ട. കേശവട്ടൻ റെക്കമെൻഡ് ചെയ്ത ആളായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാനിവിടെ പണി തന്നത്. കച്ചവടക്കാർക്കെല്ലാം നിന്നെ കുറിച്ച് പരാതി മാത്രമേ പറയാനുള്ളൂ. ശ്ശോ, എന്ത് വൃത്തിയായിട്ട സ്വഭാവമല്ല അവരുടെ. ഒരാഴ്ചക്കുള്ളിൽ ഓട്ടോറിക്ഷ വാങ്ങിച്ചോളാന്ന് നീ പറഞ്ഞതല്ലേ? കൊല്ലം 2 കഴിഞ്ഞു. അത് ഈ തുരുമ്പിച്ച സൈക്കിളും കൊണ്ട് ഇനി ഈ പണി പറ്റില്ല. തുരുമ്പ് ഓടിച്ചത് നിനക്കാണ്. ഞാൻ ഹെർക്കുലീസാ, നല്ല പിക്കപ്പാ. ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്താൽ മുതലാവില്ല മുതലാളി. ഒരു ഓട്ടോ മേടിക്കണോ? എന്നിട്ട് നമുക്ക് ആലോചിക്കാം. വേറെ വർത്താനില്ല. മുതല എന്നെ വെറുതെ തലോടെയൊന്നും വേണ്ട. ഞാൻ സെന്റി അടിച്ച് കരഞ്ഞു പോകും. എന്തരായാലും എനിക്കിനി കുറെ നാള് റെസ്റ്റ് എടുക്കാല. കളവാ, നിന്റെ വളർത്തുവന്റെ പണികളും മറ്റും പോയല്ലേ? നിന്റെ പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു. ഒരു 3 ലക്ഷം രൂപ തികച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങായിരുന്നു. 3 ലക്ഷത്തിൽ എത്ര കുറവുണ്ട്? ഒന്ന് നോക്കിയോട്ടെ. ഓ 10 രൂപയ്ക്ക് ചായ കുടിച്ചു. ബാക്കി 2,99,930 രൂപയുടെ കുറവുണ്ട്. ഉണ്ടാവോ തരാൻ? അല്ല, അങ്ങോട്ട് തരാനുള്ള വാടകയോടെ എല്ലാം കൂടി ചേർത്ത് തരാം. സഹായിക്കാനായിട്ട് ആരുമില്ല. സ്വന്തം എന്ന് പറയാനായിട്ട് അച്ഛനും ഇല്ല, അമ്മയില്ല. ആകെയുള്ള സമ്പാദ്യം ഈ പാട്ട സൈക്കിൾ മാത്ര. പാട്ട എന്റെ അപ്പൻ. നിങ്ങൾ കാണുന്നില്ല എന്റെ പ്രശ്നങ്ങൾ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ അച്ഛന്റെ മോഹം കണ്ടോ? എന്താ ഗെറ്റപ്പ്, എന്താ പ്രൗഢി. കണ്ടാലൊരു ജന്മിയാണെന്ന് തോന്നും. അതേടോ, അതൊരു സത്യ. നിന്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നെന്ന് എന്റെ അമ്മ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമവുമായുള്ള ശത്രുതയിൽ പടവെട്ടി മരിച്ച കഥയും പറഞ്ഞിരുന്നു.
അമ്മ എപ്പോഴെങ്കിലും ഞങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. പക്ഷെ നിന്നോട് അത് ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ആ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നീ ഇപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പം പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇത് നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. എന്താ ഇത്? നീ ജനിച്ചപ്പോ നിന്റെ അച്ഛൻ നിന്റെ പേരിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന്റെ പേപ്പറാ. 3 ലക്ഷം. അന്ന് 3 ലക്ഷം എന്ന് പറഞ്ഞാല് വലിയ തുകയാ. ഇന്നിപ്പോ ഇത് എത്രയായിട്ടുണ്ടാവും? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. നീ പ്രായപൂർത്തിയാവുമ്പോ 10-30 ലക്ഷം രൂപ കിട്ടുന്ന എന്തോ പദ്ധതിയാണെന്ന എന്നോട് പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? 30 ലക്ഷം. കേശുമാമ, 3 ലക്ഷത്തിന് ഒരു ഓട്ടോ, ബാക്കി 27 ലക്ഷത്തിന് വാട്ടർ ഫ്രണ്ടേജ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് കിട്ടൂ. ഓടാ, നീ ആ പോസ്റ്റ് ഓഫീസ് ഉണ്ടോന്ന് പോയി നോക്ക്. അല്ല, ഈ നാട് എവിടെയെന്ന് പറഞ്ഞില്ല. കുറച്ച് തെക്കാ, രാവണപുരത്തിനപ്പുറം രാമപുരം.